നമസ്കാരം. ഇത് എൻ്റെ അച്ചമ്മാസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിലെ വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഇത് കപ്പയാണ്. ഒന്ന് പുഴുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കപ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇഡ്ഡലി ചമ്മന്തിയായിരുന്നു. പിന്നെ ഒരു കാര്യം അവസാനം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അവസാനം ഞാൻ ഈ പ്രായത്തെ ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരൊറ്റമൂലി പറഞ്ഞു തരാം. ഒരൊറ്റമൂലി എന്ന് പറഞ്ഞാൽ ത്വക്കിനെ സംരക്ഷിക്കുന്നത്, യൗവനം നിലനിർത്തുന്നതുമായ ഒരു ഒറ്റമൂലി. വളരെ സ്ട്രെയിനോ റിസ്കോ ഒന്നും എടുക്കാത്തതും ചിലവില്ലാത്തതും നമ്മളെ സമയത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളെല്ലാവരും എന്നോട് കാണിച്ച എല്ലാ സപ്പോർട്ടിനും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്ന് കപ്പയും കുറച്ച് റെഡ് മീറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അതൊന്നും വാങ്ങാത്തതാണ്. അതാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ പട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പാകം ചെയ്യാൻ പോവുകയാണ്. മീറ്റിൻ്റെ പ്രത്യേകം പാർട്ടുകൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് രാവിലെ. അതിന് പ്രത്യേകം പാകം ചെയ്യാൻ പോകുന്നു. നമ്മുടെ പട്ടിയുടെ പേരെന്താണെന്നറിയോ? ബോളൻ. അവനൊരു ബോൾ പോലെ തറയിൽ കിടന്ന് ഉരുളും എന്ന്, അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. അങ്ങനെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടൊന്നും നമ്മൾ ബീഫൊന്നും വാങ്ങാറേ ഇല്ല. വാങ്ങുന്നത് തന്നെ ഒരു നിശ്ചിതമായിട്ട് കരുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു. കുറച്ച് മസാലകൾ പുരട്ടി ബീഫിനെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. കറി വെച്ചില്ല, വേവിച്ച് വെച്ചിരിക്കുകയാണ്. കറി വയ്ക്കാൻ പോവുകയാണ്. ബീഫ് കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ വറുക്കുന്നത്. തേങ്ങ കൂടെ വറുത്ത് അരച്ച് ചേർക്കും. പിന്നെ അതുകൂടാതെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റും, സവാള, ചെറിയ ഉള്ളി, ഇതെല്ലാം കടുവറുത്തിട്ട് വരട്ടും. സവാളയും ചെറിയ ഉള്ളി ഇട്ട് വഴറ്റുന്നതോടൊപ്പം ഈ ബീഫിലെ കൊഴുപ്പും കൂടെ ചേർക്കും. അങ്ങനെയാണ് ഞാൻ ബീഫ് വയ്ക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ കൊഴുപ്പാണ് ആ വെളുത്ത നിറത്തിൽ കാണുന്നത്. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ചിക്കനും മട്ടനേക്കാളും ഇഷ്ടം ബീഫാണ്. എല്ലാം ഒരുമിച്ചാക്കി റെഡിയാക്കി ബീഫ് റെഡിയായി. തേങ്ങ കൊത്തരിഞ്ഞ് എണ്ണയിൽ വരട്ടി ചേർത്തു. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തു. തേങ്ങ വറുത്തരച്ചത് ചേർത്തു. ബാക്കി മസാലപ്പൊടികളെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് റെഡിയാക്കി കപ്പയും പുഴുങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞ ഒറ്റമൂലി, അതായത് നമ്മൾ ഒരു ദിവസം 15 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. വെള്ളം എത്ര കുടിക്കും തോറും നമ്മളെ ത്വക്കിൻ്റെ സംരക്ഷണം ഉറപ്പാണ്. ത്വക്കിന് പ്രായം തോന്നുകയേയില്ല. 15 ഗ്ലാസ് വെള്ളത്തിൽ ചായയും കാപ്പിയും ഉൾപ്പെടുത്താൻ പാടില്ല. അല്ല മറ്റുള്ള വെള്ളങ്ങൾ, മോര് വെള്ളം, അതായത് സംഭാരം, നാരങ്ങ വെള്ളം, ഇത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുടിച്ചോളാം. അല്ലാതെ കൂടുതലും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജ്യൂസ് ഇതൊക്കെ കിട്ടുന്നെങ്കിൽ ഒരു കപ്പ് കഞ്ഞി വെള്ളം, ഇതെല്ലാം നമുക്ക് ഈ 15 ഗ്ലാസ്സിൽ ഉൾപ്പെടുത്താം. പക്ഷേ ചായ കാപ്പിയോ മാത്രം വെള്ളത്തിൻ്റെ എഫക്റ്റ് കിട്ടില്ല. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞു തന്ന ഒറ്റമൂലി. നമ്മുടെ പ്രായത്തെ തോൽപ്പിക്കാൻ പറ്റിയ ഒറ്റമൂലിയാണത്. 15 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. ഇത്രയും സമയത്തോടുകൂടി എൻ്റെ വീഡിയോ അവസാനിച്ചു. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ